ഹായ് ഹലോ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ഊണിനുള്ള കറികൾ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് കൂടുതൽ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു മീൻ കറിയും തോരനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇന്ന് കുറച്ച് കായലിലെ മീൻ കിട്ടിയിട്ടുണ്ട്, ചെറിയ മീനാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് പീര വറ്റിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ മീനെല്ലാം കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയേ ഉള്ളെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിരുന്നാണ് ഞാനിത് വെട്ടി റെഡിയാക്കി എടുത്തത്. ഞാൻ മീനെല്ലാം വെട്ടി വന്നപ്പോഴത്തേക്ക് അമ്മ അതിനുള്ള അരപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം നേരത്തെ അങ്ങ് തേങ്ങയെല്ലാം തിരിങ്ങി അരപ്പങ്ങ് റെഡിയാക്കി വെച്ച്, അല്ലെ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പാടാണല്ലോ. കുറച്ച് തേങ്ങ, അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, പിന്നെ 2-3 കഷ്ണം ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ തോരന് ചതയ്ക്കുന്ന കണക്ക് ചതച്ചെടുത്തിരിക്കുകയാണ്. മറ്റ് മീൻകറിക്ക് വെക്കുന്ന കണക്ക് ഒത്തിരി അങ്ങ് അരയേണ്ട, നമ്മൾ പീര വറ്റിക്കാൻ വെച്ചിരിക്കുമല്ലേ, അപ്പം ഒന്ന് ചതച്ചെടുത്താൽ മതി. കറി വെക്കാനായ ചട്ടിയിലേക്ക് ഈ അരപ്പിട്ട് അതിലേക്ക് വടക്കം പുളി ഉണ്ടല്ലോ, അതൊരു 3-4 കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള നമുക്കെടുക്കാം. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് 2-3 കഷ്ണം പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അതങ്ങ് ഗ്യാസിലോട്ട് വെച്ച് അപ്പോൾ വെള്ളം കുറച്ച് വെച്ചാൽ മതി. ഈ പുളി ഒന്ന് വെന്ത് വരുന്നതിന് അതിനനുസരിച്ചുള്ള വെള്ളം വെച്ചാൽ മതി. നമ്മൾ ഒത്തിരി അങ്ങ് പീര പറ്റിക്കുമല്ലേ, അപ്പോൾ ഒരുപാട് വെള്ളം പോലെ വേണ്ടല്ലോ. പിന്നെ ചെറിയ മീനായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടാനത്. ഇപ്പോൾ നെത്തോലിയൊക്കെ ആണെങ്കിൽ ഇതിന് ഈ അരപ്പിൻ്റെ കൂടെ തന്നെ പുരട്ടി വെച്ച് വേവിച്ചെടുക്കും. പക്ഷേ ഇത് കായൽ ചെറിയ മീനായതുകൊണ്ട് ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ പുളിയെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് മാത്രമേ ഞാൻ മീൻ ചേർത്ത് കൊടുക്കുന്നുള്ളേ. ഇപ്പോൾ കടലിലെ മീനൊക്കെ കുറവല്ലേ. പിന്നെ ഞങ്ങൾ കുറേ നാളായി കടലിലെ മീൻ വാങ്ങിയിട്ട്, പിന്നെ ഭയങ്കര വിലയുമാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ കിട്ടാറുണ്ടോ? അപ്പോഴത്തേക്കും കറി നല്ല തിളച്ച് വറ്റി വന്നിട്ടുണ്ടായിരുന്നു. നല്ല പുളിയും ഉപ്പുമൊക്കെ ഇറങ്ങി നന്നായിട്ട്. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ മീനോട് ചേർത്ത് കൊടുത്ത് ഇനി ഒരു കുറച്ച് നേരം ചെറിയ തീയിലിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ആ മീനൊന്ന് വെന്താൽ മതി. വലിയ വേവുള്ള മീനല്ല, ചെറിയ മീനായതുകൊണ്ട്. അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കങ്ങ് ഇറക്കി വെക്കാം. അപ്പോൾ പീര റെഡിയായി. വടക്കം പുളിക്ക് പകരം നമ്മുടെ മാങ്ങ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി കേട്ടോ. ഇപ്പോൾ നമുക്ക് മാങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് പുളി ഇട്ട് വെച്ചത്. സാധാരണ നെത്തോലിയും പിന്നെ ചെറിയ ചാളയൊക്കെ ഉണ്ടല്ലോ, ഇതാണല്ലോ നമ്മൾ സാധാരണ എല്ലാവരും പീര വറ്റിക്കാറുള്ളത്. ഇത് പിന്നെ കായലിലെ ചെറിയ മീനായതുകൊണ്ട് നമ്മൾ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മറ്റേ മീൻ്റെ കണക്കല്ല, പെട്ടെന്നങ്ങ് പൊടിഞ്ഞു പോകും. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല വേവിക്കുമ്പം അതിനകത്ത് കുറച്ച് ഉപ്പും ഒരിത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അത് പേരിന് മാത്രം ഇത്രയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുവാണേ. അപ്പോൾ ഇതിന് പുരട്ടി എടുക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ ഒരു 4-5 കഷ്ണം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പാൻ ചൂടാക്കി അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഈ ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, നമുക്ക് എരിക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഉള്ളിയും ആയിട്ട് നന്നായിട്ട് വഴറ്റണം. അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് അതിൻ്റെ വെള്ളമയം എല്ലാം മാറി വരുന്നവരെ നന്നായിട്ട് വരട്ടിയെടുക്കണേ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇറക്കി വെക്കാം. നല്ല ടേസ്റ്റിയാണ്. പിന്നെ വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് എടുക്കാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ് ഇത്. അതിനകത്ത് അങ്ങനെ കൊടുക്കുമ്പോൾ ഇത്തിരി കുരുമുളക് ഇത്തിരി കുറച്ചിട്ടാൽ മതി. അതിൻ്റെ ഒട്ടിത്തിരി പുളിശ്ശേരിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായി ഇഷ്ടപ്പെടുവേ. അപ്പോഴത്തേക്ക് മഴയും തുടങ്ങി. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയതിനൊക്കെയാണ് മഴയൊന്നും തോന്നുന്നത്. വലിയ മഴയല്ല, ചെറുതായിട്ട് ഇങ്ങനെ പെയ്ത് പൊടിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരു മഴ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ചോറ്, മീൻ പീര, കടല വരട്ടിയത്, പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ഇനി അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലൊന്ന് പോകണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.